വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ചോദ്യവും ചെയ്തു നോക്കുക, എന്നിട്ട് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആഹാര സാധനങ്ങളെ തരംതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ആഹാര സാധനങ്ങളുടെ ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഇതിൽ പലതും നമ്മൾ കഴിച്ചിട്ടുണ്ട്, പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ആഹാര സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കുറേ ഐറ്റംസ് ഉണ്ട് അല്ലെ. നമ്മൾ വീടുകളിൽ 4 മണി പലഹാരം എന്നൊക്കെ നമ്മൾ ഒരു പെറ്റ് നെയിമിൽ വിളിക്കുന്ന കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇവയെ തരംതിരിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് തരംതിരിക്കാം, അല്ലെങ്കിൽ എത്രയായിട്ട് നമുക്ക് തരംതിരിക്കാം, എങ്ങനെയെല്ലാം തരംതിരിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എല്ലാ ആഹാരങ്ങളും നിർമ്മിക്കുന്നത് ഒരേ രീതിയിലാണോ? ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എണ്ണയിൽ പൊരിച്ചെടുക്കും, ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവിയിൽ വേവിച്ചെടുക്കും, ചിലതൊക്കെ നമ്മൾ ചുട്ടെടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ആഹാര സാധനങ്ങളെ നമുക്ക് എങ്ങനെയെല്ലാം തരംതിരിക്കാം? അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ആവിയിൽ പുഴുങ്ങുന്നവ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കുന്നവയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര സാധനങ്ങൾ നോക്കിയിട്ട് അവയിൽ ഏതൊക്കെയാണ് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്? ഏതൊക്കെയുണ്ട്? കൊഴുക്കട്ടയുണ്ട്, ഇലയടയുണ്ട്, വട്ടയപ്പമുണ്ട്. അതേപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കുന്നവ ഏതൊക്കെയായിരുന്നു? പഴംപൊരിയുണ്ട്, പരിപ്പുവടയുണ്ട്, നെയ്യപ്പമുണ്ട്. അപ്പൊ ആഹാര സാധനങ്ങളെ ഈ തരത്തിൽ തരംതിരിക്കുന്ന കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്: ഹു ഇൻട്രൊഡ്യൂസ് തുള്ളൽ? തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചതാരാണ്? ഓക്കെ, ഇതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ തുള്ളൽ എന്ന കലാരൂപത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്: ആരായിരിക്കും തുള്ളൽ എന്ന കലാരൂപത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, തുടക്കം കുറിച്ചത്? അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരുണ്ട്, വള്ളത്തോളുണ്ട്, എഴുത്തച്ഛനുണ്ട്, രാജാ രവിവർമ്മയുണ്ട്. ആരായിരിക്കും? ഉത്തരം ഏതായിരിക്കും? യെസ്, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. മക്കള് മറന്നു പോവരുത്, കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന കലാരൂപത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ തുടക്കം കുറിച്ചത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ തുള്ളൽ എന്ന കലാരൂപത്തെ പറ്റി കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. സമൂഹത്തിന്റെ തിന്മകളെ പരിഹസിച്ചുകൊണ്ട് നർമ്മരസം കലർത്തിയാണ് ഈ ഒരു കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്ങൾ തുള്ളൽ എന്നിങ്ങനെ 3 തരത്തിലുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ തന്നെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം ഈ ഒരു ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളും വരുന്ന ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും 7:30 നമ്മുടെ എല്ലാ സബ്ജക്റ്റിനും ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. അതും എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നല്ല ആഹാരശീലങ്ങൾ എഴുതും. അപ്പൊ ഇവിടെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ നല്ല ശീലങ്ങളുണ്ട്. അതിൽ നല്ല ആഹാരശീലങ്ങൾ എഴുതാനാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരെണ്ണം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്: തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുത്. ബാക്കിയുള്ളിടത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കുറെ ഡോട്ടുകൾ കാണാനായിട്ട് പറ്റും. ആ ഡോട്ടുകളിൽ നിങ്ങൾ ഇതുപോലുള്ള നല്ല നല്ല ആഹാരശീലങ്ങൾ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഏതെല്ലാം ആഹാരശീലങ്ങൾ നിങ്ങൾക്ക് അറിയാം? പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കരുത്, ഒരു നല്ല കാര്യമാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, അതൊരു നല്ല കാര്യമാണ്. ആഹാരത്തിന് മുമ്പ് കൈയും വാഴയും കഴുകുക, അതും ഒരു നല്ല കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, നല്ല രീതിയിൽ ഓർത്തു വെക്കുക. അപ്പൊ ഇതുപോലുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.